ഹലോ ഹായ്. ചത്ത പച്ച സിനിമ കണ്ടിറങ്ങി. റൈറ്റർ ആൻഡ് ഡയറക്ടർ അദ്വൈത് നായർ, സനൂപ് തൈക്കുഴാണ് തിരക്കഥ ചെയ്തിരിക്കുന്നത്. ആനന്ദ് സി ചന്ദ്രൻ ക്യാമറ ചെയ്തിരിക്കുന്നു. എഡിറ്റ് ചെയ്തിരിക്കുന്നത് പ്രവീൺ പ്രഭാകർ. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്ന കുറേ പേരുണ്ട്. സ്കോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മുജീബ് മജീദാണ്. എന്തെങ്കിലും ഒരു പരിപാടി വർക്കായിട്ടുള്ള മുജീബ് മജീദിൻ്റെ മാത്രമാണ്. പിന്നെ സിനിമ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം, അതിനൊക്കെ വരാം. പിന്നെ സോങ്സ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ശങ്കർ മഹാദേവൻ ഉൾപ്പെടുന്ന ആ ഒരു കോംബോ ശങ്കർ, ഇസാൻ, ലോയ്. അപ്പോൾ ഇങ്ങനെ പോകുന്നു. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല കറക്റ്റ് പേര്. ഈ പേര് അന്വർത്ഥമാക്കുന്ന ഒരു സിനിമ. ചത്ത പച്ച, ചത്ത് 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 ചത്തേ ചത്ത് ചത്ത് എന്ന് വെച്ചാൽ സിനിമ മൊത്തം ഒരു നിർവികാരത തളം കൂടി കിടക്കുന്ന ഒരു സിനിമ. ഒരു മാസ് എൻ്റർടൈൻമെൻറ്റ് പരിപാടി അങ്ങനെയുള്ള ഒരു സിനിമയിൽ നമ്മൾ ഒരു നിർവികാരത തോന്നണമെങ്കിൽ അങ്ങാരും ഒരു പരിപാടി ആയിരിക്കണം. മൊത്തം നിർവികാരത, പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ വരുന്ന ക്യാമിയോ അടക്കം നല്ല അടപടലം മൂഞ്ചിയിട്ടുണ്ട്. കാമിയോ എന്നൊക്കെ പറയണത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഞാൻ സ്പോയിലർ ആക്കാതെ, പേര് പറയാതെ. പേരെല്ലാവർക്കും അറിയാം, പക്ഷെ എന്നാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, അത് തുടക്കത്തിൽ പറയുന്നില്ല. അങ്ങനെ പോകുന്നു. സിനിമ തുടങ്ങി ഒരു 75% റിങ്ങിലാണ്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് എൻ്റർടൈൻ ചെയ്തിട്ടുള്ള എന്താ പറയുക, റെസ്ലിംഗ് പരിപാടി. അത് ആ തിങ്കിങ് കൊള്ളാം. അതിൽ ഒരു സിനിമ ഉണ്ട്, ഒരു സിനിമാ സാധ്യത ഉണ്ടെന്നുള്ളൊരു പരിപാടി കൊള്ളാം. പക്ഷേ സ്ക്രിപ്റ്റ് ആട്ടപടലം മൂഞ്ചിപ്പോയ സ്ക്രിപ്റ്റ്. കാരണം ഭയങ്കര ക്രിഞ്ച്, ക്ലീഷേ, പ്രഡിക്റ്റബിൾ പരിപാടി. പ്രത്യേകിച്ച് എന്താ പറയുക, സെക്കൻഡ് ഹാഫ്. സിനിമ തുടങ്ങി നമ്മൾ ഈ ഒരു മാസ് പരിപാടി ചില പടങ്ങളിൽ കാണുന്ന, എന്താ പറയുക, കുട്ടികളെ കൊണ്ട് ഒരു ബിൽഡപ്പ് കൊടുക്കുന്ന പരിപാടി, ആ പരിപാടിയിൽ തന്നെ പാടി. അവിടെ തന്നെ ക്ലീശ തുടങ്ങി. ഇതിൽ പ്രധാന കഥാപാത്രങ്ങളുടെ ചെറുപ്പകാലം അവതരിപ്പിക്കുന്ന കുട്ടികളെ കൊണ്ട് തന്നെ, അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കുട്ടീനെ കൊണ്ട് തന്നെ ബിൽഡപ്പ് കൊടുക്കുക പരിപാടി. അങ്ങനെ ഒരു പരിപാടി വന്നപ്പോൾ തന്നെ സാധനം ഒരു ക്ലീശ സെറ്റപ്പ് അടിച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മളിങ്ങനെ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ള രീതിയിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സിനിമ എങ്ങോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ മിക്കവാറും ക്ലൈമാക്സ് എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശം ഊഹിക്കാം. അവിടെ നിന്ന് ഈ സിനിമ കൃത്യമായിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ആണ് റോഷൻ മാത്യു അവതരിക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങിയ സിനിമ ക്ലീശ സ്റ്റോറി, പ്രഡിക്റ്റബിൾ സ്റ്റോറി. അവിടെ നിന്നാണ് സിനിമ കുറേ കൂടി കൈവിട്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മാതിരി ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇതൊരു കുറച്ച് RDX ആയിട്ട് കാണാം, കുറച്ച് നമ്മുടെ കോബ്ര സിനിമയായിട്ട് കാണാം. കോബ്ര എന്ന് പറയുന്നത് നമ്മുടെ ലാലും മമ്മൂക്കയൊക്കെ അഭിനയിച്ച ഒരു സിനിമ, അങ്ങനത്തെ ഒരു സിനിമയായിട്ട് കാണാം. അങ്ങനെ കുറേ സിനിമകളുടെ ഷെയ്ഡുകൾ. അതാണ് ഞാൻ പറഞ്ഞ ക്ലീഷേ ക്രിഞ്ച് സ്റ്റോറി എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. ഇങ്ങനൊരു മാസ് ലൗഡായിട്ടുള്ളൊരു സിനിമയിൽ നമ്മളൊരു നിർവികാരത തോന്നണമെന്നുണ്ടെങ്കിൽ അമ്മാതിരി ഒരു പരിപാടി ആയിരിക്കണം. അങ്ങനെ പോകുന്നു. എന്താ പറയുക, സിനിമയിൽ അർജുൻ അശോകൻ, അതുപോലെ തന്നെ വൈശാഖ് നായർ, പിന്നെ ആ പുതിയൊരു പരിപാടി ഇഷാൻ ഷൗക്കത്ത്, പുള്ളി വേറെ സിനിമയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ പുള്ളിയുടെ പേര് അറിയാൻ പാടില്ല. പിന്നെ റോഷൻ മാത്യു, എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടാണ്, സെക്കൻഡ് ഹാഫിലാണ് റോഷൻ മാത്യുവിൻ്റെ പരിപാടി ഉള്ളത്. പിന്നെ എന്താ പറയുക, ഇതിനകത്ത് റെസ്ലിംഗ് പരിപാടിയായിട്ട് നടക്കുന്ന കുറേ ചെറുപ്പക്കാരുണ്ട്. സായികുമാറുണ്ട്, സിദ്ദിഖൊക്കെ എന്തിനോ വേണ്ടി തിളക്കുന്ന ഒരു സാമ്പാർ, അത്രയേ ഉള്ളൂ. എന്താ പറയുക, സായികുമാറും അങ്ങനത്തെ ഒരു ക്യാരക്ടർ. മൊത്തത്തിൽ കുറേ ക്യാരക്ടറിനെ തുടക്കം തന്നെ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മതിയാവുന്നില്ല. അവിടെ തന്നെ ഇങ്ങനെ വലിച്ച് നീട്ടി പരത്തിയൊക്കെ ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇതിങ്ങനെ നീണ്ടു പോകുമ്പോൾ അപ്പോൾ ഇത് സിനിമ, അപ്പോൾ ഇത് എവിടെ കൊണ്ടെന്നാണ് ഇവിടെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുമല്ലോ, അതെവിടെയായിരിക്കും എന്നിങ്ങനെ ആലോചിച്ചു. കാരണം അതിങ്ങനെ വലിഞ്ഞ് പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു പരിപാടി. ഇനി ആ ക്യാമിയോയുടെ കാര്യം പറയാം. മമ്മൂക്ക അറിയാലോ, എല്ലാവർക്കും അറിയാം. എൻ്റെ മോനെ, ഈ സിനിമയിലെ ഏറ്റവും മിസ്കാസ്റ്റ് എന്ന് പറയുന്നത് മമ്മൂക്കയുടെ ക്യാരക്ടറാണ്. വാൾട്ടർ പേരൊക്കെ അടിപൊളിയാണ്, പക്ഷേ നല്ല ആട്ടപടലം മൂഞ്ചിട്ടുണ്ട്. ബൈക്കിന് വന്ന് ഇറങ്ങി മാസ് പരിപാടിയൊക്കെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുജീബ് മജീദ് നന്നായിട്ട് പണിയൊക്കെ എടുത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ട് ഒരു കൊച്ചി ഡയലോഗ് ഉണ്ട്. നമ്മൾ മമ്മൂക്കനെ ഏറ്റവും അധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് സ്ലാങ്, പല ഭാഷകൾ, മലയാളം തന്നെ പല നാട്ടിലെ സ്ലാങ് അടിപൊളിയായിട്ട് പിടിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത്രയും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പാളി. നമ്മുടെ ബബ്ബേലി മോഹൻലാൽ, ലാലേട്ടൻ
ക്യാമിയോ ചെയ്ത് പൊട്ടിച്ചപ്പോൾ ഇവിടെ ദാ മമ്മൂക്ക നല്ല അടപടലം പൊട്ടിച്ചിട്ടുണ്ട്. വാ തുറന്നപ്പോൾ തന്നെ പരിപാടി പാളി. ഒരോഞ്ഞ വിഗ്, ഓഞ്ഞ കോസ്റ്റ്യൂം, എന്താ പറയുക, കണ്ണിൽ ലെൻസ് വെച്ചിട്ടുണ്ട്. ഇതെന്താ പറയണ്ടേന്ന് അറിയില്ല ആ ക്യാരക്ടറിനെ. അമ്മാതിരി ഒരു അപരാധ ക്യാരക്ടർ. ഇത് എന്തിനാണ് നല്ല ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന മമ്മൂക്ക എന്തിനാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ എടുത്തതെന്നാണ് ഞാൻ അറിയുന്നത്. അമ്മാതിരി അപരാധ ഒരു പരിപാടി. എന്നാൽ സിനിമയിൽ എന്തെങ്കിലും ഉണ്ടോ? അതുമില്ല. മൊത്തത്തിലൊരു നിർവികാരത പരിപാടിയാണ് എനിക്ക് ചത്താപ്പച്ചയിൽ തോന്നിയിട്ടുള്ളത്. പിന്നെ മോശം പറയരുതല്ലോ, ഡയലോഗ് നല്ല ഓഞ്ഞ ഡയലോഗുകളാണ് എഴുതി വെച്ചിട്ടുള്ളത്. എന്താ പറയുക, ഒരു മാസ് എൻ്റർടൈൻമെൻറ്റ് പരിപാടിയിൽ വരാൻ പാടില്ലാത്ത ടൈപ്പ് ഡയലോഗുകൾ. എന്ത് ഒരു 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 വികാരവും തോന്നാത്ത ഒരു ഡയലോഗ്സൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. അത് ഡയലോഗ് ഡെലിവറിയുടെ കുഴപ്പമാണോ എനിക്കറിയില്ല അത്. പിന്നെ കഴിഞ്ഞ വർഷം ഏറ്റവും അധികം ബോംബിട്ട ഒരാളാണ് എന്താ പറയുക, നമ്മുടെ അർജുൻ അശോകൻ. ഈ സിനിമയിലും അല്ലെങ്കിൽ ഈ വർഷവും അത് തുടരുന്ന കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൊത്തത്തിലൊരു എന്താ പറയുക, പെർഫോമൻസിലാണെങ്കിലും നമുക്കത് അങ്ങോട്ട് ഒരു ഇമോഷണലി സാധനം കണക്റ്റ് ആവണ്ടേ. ഒന്നാമത്തെ കേസ് സ്ക്രിപ്റ്റിൽ ഇമോഷണൽ പരിപാടി വർക്ക് ആവണില്ല. പെർഫോമൻസിലെങ്കിലും പിടിക്കാൻ നോക്കുമ്പോൾ അവിടെയും നടക്കുന്നില്ല. അങ്ങനെയുള്ളൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിലൊരു പരിപാടി വർക്കായി എന്ന് എനിക്ക് തോന്നുന്നത് ഈ മുജീബ് മജീദിൻ്റെ സ്കോർ മാത്രമാണ്. പക്ഷേ ഇത് ഈ പറയുന്ന പോലെ ഒരു ചത്ത സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ ഒരു ചത്ത കഥയിൽ എന്ത് പണിയെടുത്താലും വർക്കാവില്ലല്ലോ. അതാണ് അവിടെ സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താ പറയുക, ഈ നമ്മൾ ഈ റെസ്ലിംഗ് നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ച ഈ WWE റെസ്ലിംഗ് പരിപാടി, അത് തന്നെ നമുക്ക് കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് അത് കുറച്ചുകൂടി മുതിർന്ന് നമുക്കൊരു ബോധം വന്നപ്പോൾ ഇത് മനസ്സിലായി ഇതൊരു നാടക പരിപാടിയാണ്. അപ്പോൾ 75% റെസ്ലിംഗും റിങ്ങുമായിട്ട് കൊണ്ടു നടക്കുന്ന ഈ സിനിമയിൽ നമ്മൾക്ക് ഇതിങ്ങനെ നാടകം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് മാത്രമുള്ളതാണ്. അതാണ് വെറും നാടകം. എന്നിട്ട് അതിൻ്റെ പുറകിൽ 75% ഈ നാടകം കണ്ടുകൊണ്ടിരിക്കണം. എന്നിട്ട് അതിൻ്റെ പുറകിലുള്ള ഒരു 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 ചേതോ വികാരം ഉണ്ടല്ലോ, ഒരു വികാരം, അത് വർക്കാവണ്ടേ. അതാണ് കഥയിൽ പാളിപ്പോയി എന്ന് പറയുന്നത്. അത്രയും ക്ലീഷേ ക്രിഞ്ച് സ്റ്റോറിയിൽ അല്ലെങ്കിൽ ഇമോഷണൽ കണക്ഷൻ ആവാത്ത ഒരു സ്റ്റോറിയിൽ അവർ എന്തൊക്കെ ടെക്നിക്കൽ പരിപാടി അടിപൊളിയാക്കി എന്ന് പറഞ്ഞാലും അത് വർക്കാവില്ല. ടെക്നിക്കൽ പരിപാടിയൊക്കെ എന്തൊക്കെയോ ഉണ്ട് എന്ന് തോന്നും. പക്ഷേ അത് മാത്രമേ ഉള്ളൂ. അത് ഈ ഭയങ്കര ലൗഡായിട്ടുള്ളൊരു പരിപാടി, ഭയങ്കര ലൗഡായിട്ട് നിൽക്കുന്ന ഒരു സിനിമയിൽ നമുക്കത് ഓക്കെ. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു വികാരം തോന്നണ്ടേ. അതാണ് നിർവികാരത എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ പോകുന്നൊരു പരിപാടി, അങ്ങനെ ടോട്ടലി എനിക്കൊരു ചത്ത സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിനിമ കാണാം, കാണാതിരിക്കാം. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾക്ക് എങ്ങനെ സിനിമ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് തോന്നിയാൽ സിനിമ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും വരാം.